Allahu Akbar, Allahu Akbar, Allahu Akbar. വെള്ളിയാഴ്ച ദിനവും പെരുന്നാളും ഒരുമിച്ചെത്തിയപ്പോൾ ആത്മീയ പുണ്യം നേടിയ സന്തോഷത്തോടെയാണ് വിശ്വാസികൾ ഈദ്ഗാഹുകൾക്കായി ഒഴുകിയെത്തിയത്. എറണാകുളത്ത് മറൈൻ ഡ്രൈവിലും കലൂർ സ്റ്റേഡിയത്തിലും ഉൾപ്പെടെ 30ഓളം കേന്ദ്രങ്ങളിലാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. നമസ്കാരത്തിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. മമ്മൂട്ടി, മകൻ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രശസ്തർ നമസ്കാരത്തിനായെത്തി. വൈറ്റിലെ ഇമാം ഷെരീഫ് മേലയിൽ പെരുന്നാൾ സന്ദേശം നൽകി. തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പാളയം ഇമാം ജമാലുദ്ദീൻ മങ്കട നേതൃത്വം നൽകി. പൗരോഹിത്യവും ഭരണകൂടവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് മനുഷ്യ നന്മയ്ക്കെതിരാണെന്ന് പറഞ്ഞ അദ്ദേഹം സഹോദര മതങ്ങളോട് സഹിഷ്ണുതയോടെ പെരുമാറണമെന്നും കൂട്ടിച്ചേർത്തു. മതവും ഭരണകൂടവും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിനെതിരെ ധീരോദാത്തമായ ചെറുത്തുനിൽപ്പിന്റെ പാതയിൽ തീകുണ്ടം ഏറ്റുവാങ്ങിയ മഹാപ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കോഴിക്കോട് കടപ്പുറത്ത് സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത് രണ്ടാമത്തെ തവണയാണ് ഈദ്ഗാഹ് നടക്കുന്നത്. വിശ്വാസികൾ രാവിലെ തന്നെ കൂട്ടം കൂട്ടമായി ഈദ്ഗാഹിനായി കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒഴുകിയെത്തി. കോഴിക്കോട് നടന്ന ഈദ്ഗാഹിന് KNM പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി നേതൃത്വം നൽകി. ദൈവനിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിന് പകരം ആടിനെ ബലിയറുത്തു നൽകിയതിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ ബലിയറുത്ത് ദാനം ചെയ്തു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഈദ്ഗാഹിൽ പങ്കെടുത്ത വിശ്വാസികൾ പരസ്പര സ്നേഹവും വിശ്വാസവും ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ആഘോഷങ്ങളിലേക്ക് വഴിമാറിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇന്ത്യ വിഷൻ, കോഴിക്കോട്.